ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിയാനാസ് മെഡോസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അനിയനെ പരിചയപ്പെടുത്താമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പറ്റുമെന്നറിയില്ല, ചിലപ്പോൾ എനിക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇഹ്സാം ഒരു ഹായ് പറഞ്ഞേ. ഹായ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചപ്പോൾ വന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ട് ഇന്ന് ട്രിപ്പ് പോകണമെന്നായിരുന്നു. അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഉച്ചക്ക് പോകണം, എവിടേക്കും അറിയില്ല. പട്ടാമ്പി വളാഞ്ചേരി എവിടെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ മഴ പെയ്താൽ ഞങ്ങളെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഞങ്ങൾ സഹിച്ചിട്ട് വേണം ജീവിക്കാൻ. ഈ മഴ പെയ്യുമ്പോൾ ഈ ഷീറ്റ് ഇട്ടാലൊക്കെ ഇങ്ങനെ തന്നെ. ഇവിടെ ചളിയും മണ്ണൊന്നുമില്ല, കല്ലുണ്ടാകാനാണ്. അതിൻ്റെ മേലെ സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ എല്ലാം മറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ ഇഹ്സാനുണ്ടല്ലോ വട്ട തോന്നുന്നു, എപ്പോഴും എന്താ പറയുക, ഈ പേഴ്സ് എടുത്തിട്ട് നടക്കുക. കാണിച്ചെടുക്കട്ടെ തട്ട്. ഇതൊക്കെ അവന് എന്താ പറയുക ദുബായിൽ നിന്ന് വരുമ്പോൾ കൊടുന്നതാണ് കേട്ടോ. അതിൽ അവന് നമ്മളെ നാട്ടിലത്തെ ഇത് തുറന്നേ, വേഗം തുറക്ക് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ ഈ 200-നും പിന്നെ 100-നും ഇതിനൊക്കെ എന്താ വിളിക്കാന്നറിയോ? ഡോളേഴ്സ്. ഇത് റുപ്പീസും ക്യാഷും ഇതൊക്കെ അല്ലേ, ഇതിന് ഡോളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പൗണ്ട്സ് എന്ന് വെച്ചാൽ അവനക്ക് ഇതാണല്ലോ, ഇത് ഇതിൽ വെച്ചതാ. പിന്നെ അവൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫേക്ക് കാർഡ്സ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. അല്ല, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റാന്ന് പറയാൻ ഇഷ്ടമല്ല, ഫുള്ള് ഡ്യൂപ്ലിക്കേറ്റാന്നാണ്. എടാ എടുക്കുന്നതൊക്കെ എടുക്കാൻ വയ്ക്കണില്ല. എടുക്കണ്ട, അല്ല കാണിച്ചു കൊടുക്കാനാണ്. പറ്റൂല എടുത്താ. ആ എന്താ എടുത്തേക്കാൻ പറ്റാത്തത്? എന്നാൽ അതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ, ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ. കാർഡല്ലല്ലോ, അവന് കാണിച്ചു തരാൻ അയക്കുന്നില്ല. ഇവൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള എത്ര പൈസ എന്ന് വെച്ചാൽ, അവൻ്റെ കയ്യിൽ എത്രയാണ്? 319 അവൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലുള്ളത്, എനിക്കും പേഴ്സുണ്ട് പക്ഷേ ഇപ്പോഴും കൊടുത്ത് നടക്കലില്ല. എൻ്റെ കയ്യിലുള്ളത് 226 ആണ്. എൻ്റെ ഒരു 150 എൻ്റെ അപ്പൻ്റെ കയ്യിലാണ്. എൻ്റെ അപ്പൻ്റെ കയ്യിലില്ല, അത് എൻ്റെ അമ്മാൻ്റെ അടുത്താണ് തോന്നുന്നു. അപ്പോൾ ഇവൻ്റെ ഒരു ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോ എടുത്തില്ലേ, അത് അവനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവന് ക്യാമറയ്ക്ക് തന്നെ നോക്കിയിരിക്കണം. പക്ഷെ ആ ചെക്ക് ഇവനുണ്ടല്ലോ, ഈ പൊട്ടൻ ഇഹ്സാം, അവന് ഇവിടെ ഉള്ളത് കണ്ടിട്ടില്ല. വീഡിയോക്ക് നോക്കി ഏത് പൊട്ടനക്കും വേണമെങ്കിലും കാണാം. അവിടെ വീഡിയോ എടുത്തവരും ആരുമില്ല, അതാണുള്ള മോചനം. ഇഹ്സാമ ഒന്ന് ഡാൻസ് കളിച്ചെടുക്കാൻ പറ്റുക്ക്. എന്ത് ഡാൻസ്? ഓ പിള്ളേർ കട്ടെ സൂട്ടൊക്കെ അത് എന്താ മടി. പക്ഷെ എൻ്റെ കൂടെ നന്നായിട്ട് കുലുക്കി സർവത്ത് കളിക്കണ മാതിരി കളിക്കും. പിന്നെ ഇവിടെ മുളയങ്കാവിലുണ്ടല്ലോ ക്രിസ്റ്റൽ ഇൻഫോർമേഷൻ എന്തായിട്ടൊരു ക്രിസ്റ്റൽ പൊഡിങ് എന്നാണ് പറയാൻ വന്ന്. ഞാൻ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഫണ്ണി ആവാതിരിക്കുന്നത്, ബാക്കിയുള്ളവർക്കൊക്കെ ഫണ്ണിയാണ്. അപ്പോൾ ഞാനൊന്ന് ഉള്ളിൽ പോയിട്ട് എൻ്റെ അനിയനെ കാണിച്ചു തരാമല്ലോ. എടാ വാടാ സാമോ. തറക്കട്ടെ, ഇവിടെ ആളുണ്ട്. ഈ തൊട്ടിയിലെ കിടക്കുന്നത് സൗണ്ട് ഉണ്ടാക്കല്ലേ സാമോ, സൗണ്ട് ഉണ്ടാക്കല്ലേ. അതെൻ്റെ അനിയനാണ്. ഇപ്പം കഞ്ചാൻ വന്നിട്ടില്ല, സിബ് അടിച്ചിട്ട് വായും. ഇപ്പോൾ അവനെ ഉറങ്ങുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവന് ഇരട്ടത്തെ കാണാൻ പറ്റുള്ളൂ. അവൻ നീച്ചാൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അടുത്ത വീഡിയോ ഇടുന്നതാകും. കുളിച്ചിട്ട് കിടക്കാണ്. അവനിക്ക് ഇന്നലെ 90 ആയിരുന്നു കേട്ടോ. ഞാൻ ജനിച്ചെന്ന് പറയണം വിചാരിച്ചത്. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ അതിൻ്റെ തലേദിവസം പറയാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കുടിയിലായിരുന്നു. ഉമ്മാൻ്റെ കുടിയിലല്ലേ സാധാരണ നിൽക്കുക, ചിലർ ഉപ്പാൻ്റെ കുടിയിൽ നിൽക്കും. അതിന് പറ്റിയില്ല.
60 കഴിഞ്ഞ് 40 കഴിഞ്ഞ് അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞ് ഇന്നലെ 90 ഇന്ന് 91. ഇന്നലെ ഞങ്ങൾ മൂന്നാളും കൂടി മെസ്സിയുടെ കുപ്പായിട്ടിട്ട് ഞങ്ങളവിടെ മുജിക്കാക്കാൻ്റെ ടർഫ് ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി. അപ്പോൾ അതിൻ്റെ തിരക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ഇതൊക്കെ ഉള്ളതാണ്. ഞങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. പക്ഷേ സ്വിമ്മിംഗ് പൂളിൽ കയറിയില്ല ഞങ്ങൾ. ആർക്കും നീന്താൻ അറിയില്ല, എനിക്ക് പോലും നീന്താൻ അറിയില്ല. ഇതാ പറയേ, അനക്ക് നീന്താൻ അറിയുന്നല്ലേ ഈ പറയണേ? നന്നായിട്ട് അവനക്ക് നീന്താൻ അറിയാം. തീരെ നീന്താൻ അറിയാത്ത അവനാണ് ഈ പറയുന്നത്. പിന്നെ ഞാൻ കുറേ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടോ കളിക്കണം, പക്ഷെ ഒന്നിനും വയ്ക്കണില്ല. പിന്നെ ഞാൻ എന്താ പറയുക, അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥ. ലെറ്റ്സ് എക്സ്പ്ലോറിനൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ബൈ.